ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ നേരിട്ടുകൊണ്ടിരുന്നൊരു വലിയ പ്രശ്നമാണ് ഈ മുഖക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഈ ഫേസിൻ്റെ ഇത്രയും ഭാഗങ്ങളിലായിട്ട് വല്ലാതെ കുരുക്കൾ വരുന്നു. അപ്പോൾ ഞാനിത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ ഫേസിൽ ഇപ്പം ഭയങ്കരമായിട്ട് കുരുക്കൾ വരുന്നുണ്ട്, വലിയ ആന സൈസുള്ള കുരുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഈ കുരു എന്ന് പറയുമ്പോൾ എന്നെ ഇത്ര വലിയ സംഭവം നിങ്ങൾ ചിന്തിക്കാം. സാധാ കുരുക്കളാണെങ്കിൽ പോട്ടെ നമുക്ക് വെക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ ആൾക്കാർ കുരുക്കളിങ്ങ് വരും. അതിൽ കുറച്ച് പേർക്ക് വേദനകളുള്ളവരാണ്, ചിലർ വേദന ഇല്ലാത്തവരാണ്. ഭയങ്കര വലിയ സൈസിലാണ് വരുന്നത്. പല സൈസിലുണ്ട്, ഭയങ്കര വലിയ സൈസിലുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വേദനയുള്ളതും വേദന ഇല്ലാത്തവരുമായിട്ടുള്ളവർ വരുന്നു. എന്നിട്ട് ഇതങ്ങ് പഴുക്കുന്നു, ഇത് പൊട്ടുന്നു. ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ ഡാർക്ക് സ്പോട്ട് വരുന്നു. ഡാർക്ക് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഡാർക്ക് സ്പോട്ടൊന്നും അല്ല, നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള പാടുകളില്ലേ അതുപോലെ. കാരണം അത്രയും വലിയ സൈസിലുള്ള കുരുക്കളാണ് വരുന്നത്. അപ്പോൾ ആ സൈസിനുള്ള സ്പോട്ടൊക്കെയാണ് അവിടെ, കറുത്ത പാടുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് അതിലങ്ങ് തീരുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നാൽ അങ്ങനെയല്ല. ഒരു സെക്ഷൻ കഴിയുമ്പം അടുത്തത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കറിയാം, നമുക്ക് അത്യാവശ്യം നല്ല സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിനെ നമുക്കൊരു നല്ല ലെവലിൽ ഒന്ന് കൊണ്ടടക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്കിന്നിന് വേണ്ടത്ര കെയർ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. മാത്രമല്ല എനിക്ക് വയനാട് ക്ലൈമറ്റ് എൻ്റെ സ്കിന്ന് നല്ല ഓൾമോസ്റ്റ് എല്ലാവരുടെയും സ്കിന്നിന് അത്ര സ്യൂട്ടബിൾ ആവില്ല. കാരണം നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ ഒരു സ്കിന്നിൻ്റെ കളറുണ്ടല്ലോ, അതൊന്നും കൂടെ ഡിമ്മാക്കും. അത് ഈ വയനാട് കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. പിന്നെ എനിക്ക് ഇവിടുത്തെ വെള്ളവും എൻ്റെ സ്കിന്നിന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് ഞാൻ സ്കിൻ കെയർ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. അതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റും ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഈ കുരുക്കൾ ഭയങ്കരമായിട്ട് വന്ന് എന്നെ വല്ലാതെ അതങ്ങ് ബാധിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാർ എന്നോട് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്നു, എന്നോട് ചോദിക്കാൻ തുടങ്ങി, അയ്യോ ഇതെന്താ മുഖത്ത് ഇതെന്താ പറ്റിയ അലർജിയാണോ, ആ ലെവലിൽ എന്നെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. അപ്പം പണ്ടെന്ന് പറയുമ്പം ഞാൻ ഒരു പിമ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഫേസിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 2-3 വർഷം മുമ്പായിരുന്നു തോന്നുന്നു. ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവരെനിക്ക് പറഞ്ഞു തന്ന അതേ സ്കിൻ കെയർ കൃത്യമായി ഞാൻ ചെയ്ത് പോകുന്നതിന് ശേഷം എൻ്റെ മുഖത്ത് ഞാൻ പിന്നെ കുരുക്കൾ പോലും കണ്ടിട്ടില്ല. സാധാരണ നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ഓരോ കുരുക്കളൊക്കെ പെൺകുട്ടികൾക്ക് വരും, പക്ഷേ എനിക്ക് അതുപോലും വളരെ റെയർ ആയിരുന്നു. അങ്ങനെ എൻ്റെ സ്കിൻ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ മുഖത്ത് ഇത്രത്തോളം കുരുക്കളായിട്ട് കാണുന്നത് ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് പോകും. ഒന്നാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മളെ വന്ന് കാണിക്കുന്നു, അപ്പം നമ്മുടെ മുഖത്ത് നമുക്ക് സൂം ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. അത്രയും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭീകരമായിട്ടാണ് തോന്നിയത്. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ കുറച്ച് ഇങ്ങനെ കുറയാൻ തുടങ്ങി. ഞാൻ ഫോട്ടോയൊന്നും എടുത്തില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു അവസ്ഥയുടെ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ല. ബിഫോർ ആഫ്റ്റർ എനിക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. കാരണം അത് ആ സമയത്ത് എനിക്ക് തോന്നിയില്ല. എനിക്ക് ക്യാമറയിൽ നോക്കാൻ തന്നെ, അല്ലെങ്കിൽ കണ്ണാടി നോക്കാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം അങ്ങനെ ഭയങ്കര കുരുക്കൾ, പിന്നെ അത് ഭയങ്കര ചൊറിച്ചിലാവുന്നു, പിന്നെ കുറേ തരി കുരുക്കൾ വരുന്നു. അങ്ങനെ പല കാറ്റഗറി പെട്ടവരായിരുന്നു എൻ്റെ മുഖത്ത് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു സംഭവം ഞാൻ എൻ്റെ മുഖത്ത് പ്രയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എൻ്റെ മുഖത്തെ കുരുക്കൾ പോയി എന്ന് മാത്രമല്ല, ആ പാടുകൾ പോലും ഒരിക്കലും ഞാൻ പോകില്ല എന്ന് വിചാരിച്ചിരുന്ന, എൻ്റെ കൂടപ്പുറപ്പാട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന ആ ഒരു ഡാർക്ക് സ്പോട്ടുകളെല്ലാം തന്നെ ഫെയ്ഡ് ഔട്ടായി ഇപ്പം ഈ അവസ്ഥയിൽ നിൽക്കണം. ഇപ്പം നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, കുഞ്ഞു പാടുകളെയും കാണത്തുണ്ടാവുള്ളൂ, ചെറുതായിട്ട് 2 സൈഡിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പോയി എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പോയിട്ടില്ല, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ സ്കിന്നിന് എനിക്ക് എത്തിച്ചു തന്നു. മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്ന ഒരു സ്കിന്നായിരുന്നു എൻ്റെ സ്കിൻ. നമ്മൾ ഡ്രൈ സ്കിന്നാണ്, അത്രയും നമ്മൾ കെയർ ചെയ്തെങ്കിൽ മാത്രമേ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ആ സ്കിന്നിന് എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ ആഗ്രഹിച്ച വിധത്തിൽ എനിക്ക് തിരിച്ച് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഏതാണ് ആ പ്രൊഡക്റ്റ്, എന്താണ് എന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ കാണാം. വേദന നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഏതായിരിക്കും ആ പ്രൊഡക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? വേറെ ഏതുമല്ല, ഇതാണ് നമ്മുടെ സംഭവം. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് കരുതുന്നത് നമ്മുടെ ഇന്ദുലേഖേൻ്റെ ഈ ഒരു സോപ്പാണ്. ദയവ് ചെയ്ത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് വിചാരിക്കരുത്. ഇന്ദുലേഖക്കാർക്ക് എന്നെപ്പോലെ ഒരാളെ കൊണ്ട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യിക്കേണ്ട ഗതികേടൊന്നുമില്ല. അവർ ഓൾറെഡി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ യാദൃശ്ചികമായി എൻ്റെ കയ്യിൽ എത്തിപ്പെട്ട ഒരു സാധനമാണ് ഈ സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ സോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഈ സോപ്പിനെ പറ്റി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടെന്നോ അല്ല സ്കിന്നിൽ ഉപയോഗിക്കാനുള്ളതാണെന്നൊന്നും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. ഇന്ദുലേഖയുടെ ഒരു ഹെയർ ഓയിലിനെ പറ്റിയിട്ട് അങ്ങാണ്ടാണ് ഞാൻ കേട്ടുള്ളത്. ഒരു ബ്രഷ് പോലത്തെ സാധനമില്ല, അതങ്ങാണ്ട് ഞാൻ കേട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ എൻ്റെ കയ്യിൽ
എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാനൊരു ആയുർവേദ ഷോപ്പിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയി. അപ്പം ഞാൻ പിന്നെ എൻ്റെ പിമ്പിൾസിനെ പറ്റിയിട്ടും മാർക്കിനെ പറ്റിയിട്ടും ഞാൻ അങ്ങ് വിട്ടു. കാരണം ഇത് ഒരിക്കലും പോകില്ല എന്നുള്ള ലെവലിൽ തന്നെ ഞാൻ ഇട്ടു. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള ലെവലിൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ ആയുർവേദ ഷോപ്പിൽ പോയപ്പം വെറുതെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു അവിടെ ഒന്ന് ചോദിക്കൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ ആ ഷോപ്പിൽ ഇരുന്ന ചേട്ടനോട് ഞാൻ വെറുതെ എന്തോ ഒരു തോന്നലിൽ ഞാൻ ചോദിച്ചാണ്, ചേട്ടാ ഈ എൻ്റെ മുഖത്ത് ഇങ്ങനെയൊക്കെ കുരുക്കളും പാടുകളൊക്കെ ഉണ്ട്, ഇത് മാറാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടൻ എനിക്ക് എടുത്തു തന്നാണ് ഈ ഒരു സോപ്പ്. എന്നെ കാണിച്ചു തരുവത്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ഈ സോപ്പ് വേണേ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോ, കുറേ ആൾക്കാർ വന്നിട്ട് മുഖക്കുരുവിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് എന്ന്. അപ്പം നമ്മൾ മലയാളികളാണല്ലോ, നമുക്ക് വിശ്വാസം കുറവാണല്ലോ. അപ്പം ഞാൻ ആ ചേട്ടനോട് ചോദിച്ചേട്ടാ സത്യമാണോ, ഗുണം വല്ലതും കിട്ടുമോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പറഞ്ഞു, മോളെ എന്നോട് പറഞ്ഞു, ഞാൻ ഉപയോഗിച്ചിട്ടില്ല മോളെ, എനിക്ക് അറിയത്തില്ല, പക്ഷേ വാങ്ങിയവർ തന്നെ പിന്നെയും വന്ന് വാങ്ങുന്നുണ്ട്. കുറച്ച് വിലയുണ്ട് കേട്ടോ, 99 രൂപയാണെന്ന് പറഞ്ഞു. ഇതിന് സാധനത്തിന് 99 രൂപയാണ്. അന്നേരം അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ഞാൻ ചേട്ടാ റിസൾട്ട് കിട്ടുമായിരിക്കുമല്ലോ. അപ്പം പറഞ്ഞു മോളെ, അപ്പോൾ ചേട്ടൻ പിന്നെയും പറയുന്നുണ്ട്, മോളെ എനിക്കറിയത്തില്ല, ഇതിങ്ങനെ ആൾക്കാർ പിന്നെയും വന്ന് വാങ്ങുന്നുണ്ട്, അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, അപ്പോൾ ഗുണമില്ലെങ്കിൽ അവർ വന്ന് വാങ്ങാൻ നിൽക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ 2 പാക്കറ്റ് വാങ്ങി. അപ്പം ഇനിയിപ്പം ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിനകത്ത് ക്ലെയിം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹെൽപ്സ് റിപ്പയർ വിസിബിൾ സൈൻ ഓഫ് സ്കിൻ ഡാമേജ് ഇൻ 4 വീക്സ്. അവർ പറയുന്നുണ്ട് ഇത് 4 വീക്സിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡാമേജും കാര്യങ്ങളും എല്ലാം തന്നെ മാറുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഫോർ ഡാർക്ക് സ്പോട്ട്സ്, മാർക്സ് ആൻഡ് അൺഈവൻ സ്കിൻ ടോൺ. മനസ്സിലായല്ലോ. പിന്നെ മെയ്ഡ് വിത്ത് മഞ്ജിഷ്താദി തൈലം, മഞ്ജിഷ്ത യാഷ്ടിമധു, മധുലുങ്ക, ലക്ഷ, എനിക്ക് മനസ്സിലായിട്ടില്ലേ, മിൽക്ക് ആൻഡ് കോക്കനട്ട് ഓയിൽ. ആകെ മിൽക്ക് ആൻഡ് കോക്കനട്ട് ഓയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും സംഭവം ആയുർവേദിക് പ്രൊഡക്റ്റാണ്, അതുകൊണ്ടാണല്ലോ ആയുർവേദ ഷോപ്പിൽ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് സംഭവം വാങ്ങി ഞാൻ ഉപയോഗിച്ചു. ഇനി ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വീക്ക് ഇവർ പറയുന്നുണ്ട് 4 വീക്ക് കൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് വീക്ക് ഞാൻ ഉപയോഗിച്ചു, സെക്കൻഡ് വീക്ക് ഉപയോഗിച്ചു, തേർഡ് വീക്ക് ഉപയോഗിച്ചു, ഒരു റിസൾട്ടും ഇല്ല. 4th വീക്കായി എൻ്റെ സ്കിന്ന് ഒന്നും കൂടെ ഡ്രൈ ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യവും സങ്കടം എല്ലാം കൂടെ വന്നു. പൈസയും പോയി, എന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങി ഞാൻ എൻ്റെ മുഖത്തിനെ ഒന്നുകൂടെ ഡ്രൈ ആക്കുന്നൊരവസ്ഥയായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒന്നും കൂടെ നമ്മൾ സ്കിൻ കെയർ കുറച്ചും കൂടെ കൂടുതലാക്കണം, എന്നെങ്കിലേ അതിനെ ഡ്രൈനെസ് മാറി കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ പരിപാടി നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് വാങ്ങിയാൽ ഫസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ച് ഇത്രയാണ് ആയിരിക്കുന്നത്. സംഭവം ഇത്രേ ആയിട്ടുള്ളൂ. നല്ല അടിപൊളി സ്മെല്ലാട്ടോ. നമ്മളൊന്ന് കുളിച്ചിറങ്ങി മുഖത്തൊന്ന് കഴുകി ഇറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. സ്മെല്ലൊക്കെ അടിപൊളിയാണ്. സ്മെല്ല് എവിടെ നിൽക്കട്ടെ, നമുക്ക് ഗുണമാണല്ലോ വേണ്ടത്. അപ്പോൾ 4ാമത്തെ ആഴ്ചയായി, എനിക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി. എന്നാലും ഞാനിതിന് ഉപയോഗം നിർത്തിയില്ല. കാരണം എൻ്റെ കയ്യിൽ വേറെ ഫേസ് വാഷും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഈ ഫേസിൽ ഇനി അപ്ലൈ ചെയ്യാൻ ഇത് തന്നെ ഇരിക്കട്ടെ, ഡ്രൈ ആവുന്നതിന് നമുക്ക് ബാക്കി സ്കിൻ കെയർ ഉണ്ടല്ലോ, മസാജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു 5ാമത്തെ ആഴ്ചയായി, 6ാമത്തെ ആഴ്ചയായപ്പോഴത്തേക്കും ഞാൻ പോകുന്ന സലൂണിൽ ത്രെഡ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എന്നോട് അവളെന്നോട് പറഞ്ഞു, മുഖത്തെ നന്നായി കുറഞ്ഞല്ലോ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ നോട്ടീസ് ചെയ്യുന്നത്. കാരണം സംഭവം ഞാൻ വിട്ടു, പോയി നടക്കൂല എന്നുള്ളതിൽ വിട്ടു. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്, ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത്, എൻ്റെ മുഖത്തെ കുരുക്കളില്ല, എൻ്റെ മുഖത്തെ ആ പാടുകൾ കുറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പം അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആകെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി വേറെ എൻ്റെ കയ്യിൽ എന്തൊക്കെ സ്കിൻ കെയർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ടൊന്നും എനിക്ക് റിസൾട്ട് കിട്ടാണ്ട് പിന്നെ ഞാൻ പുതിയതായിട്ട് ഉപയോഗിച്ചൊരു സംഭവം ഈ ഒരു സോപ്പാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയത്. ഇവർ 4 വീക്സ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് 4 വീക്സ് കൊണ്ടൊന്നും കിട്ടിയില്ല. 5-6 ആഴ്ചയൊക്കെ ആയി. അതായത് 1.5 മാസം 1.25 മാസമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് എൻ്റെ മുഖത്ത് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് എനിക്ക് കാണാൻ തുടങ്ങിയത്. അതാ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ ഈ കാണുന്നതൊക്കെ എൻ്റെ വന്നിരിക്കുന്ന കറുത്ത പാടുകളായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെയായിരുന്നില്ല, ഭയങ്കര വലിയ പാടായിരുന്നു. ഈ ഒരു സൈഡിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ പാടുകളായിരുന്നു. പക്ഷേ ഇവിടെ ഓൾമോസ്റ്റ് പോയി എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഷ് ചെയ്യുമല്ലോ നമ്മൾ രാവിലെ, ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്യുമല്ലോ, അത് ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. അതുപോലെ കുളിക്കുന്ന സമയത്തൊന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുമല്ലോ, ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യുന്നോ ആ സമയത്തൊക്കെ ഞാൻ ഈ സോപ്പ് കൊണ്ടാണ് എൻ്റെ ഫേസ് ഞാൻ വാഷ് ചെയ്യാറ്. അപ്പോൾ തന്നെ നല്ലൊരു സുഖമാണ്, നല്ലൊരു ആ സ്മെല്ലാട്ടോ നമ്മളൊന്നും കൂടെ ഒരു കുളിർമ തരുന്നത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരാഴ്ച കൊണ്ടും 2 ആഴ്ച കൊണ്ടും 1 മാസം കൊണ്ട് നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. എനിക്ക് കിട്ടിയിട്ടില്ല. 1.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് എൻ്റെ മുഖത്ത് ആ ഒരു ചേഞ്ചസ് വരാൻ തുടങ്ങിയത്. കാരണം എല്ലാത്തിനും നമ്മളൊരു സമയം കൊടുക്കണമല്ലോ, അല്ലേ?
അതുമാത്രമല്ല ഞാൻ പറഞ്ഞു വയനാട് ക്ലൈമറ്റിൽ എൻ്റെ സ്കിൻ ടോൺ ഒന്നും കൂടെ ഡിം ആവാറുണ്ടെന്നുള്ളത്. അതെനിക്കങ്ങ് മാറിക്കിട്ടി. എൻ്റെ നോർമലായിട്ടുള്ളൊരു സ്കിൻ ടോൺ എന്തോ അതിലോട്ട് തന്നെ എനിക്ക് തിരിച്ചെത്താനും സാധിച്ചു. അപ്പോൾ നമ്മുടെ മുഖത്ത് ഒന്നും കൂടെ ഡ്രൈ ആവുന്നുണ്ട്, പക്ഷേ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ മുഖത്ത്. എനിക്ക് കേട്ടോ, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഡ്രൈ സ്കിൻ ആയ ഒരാളാണ്. അപ്പോൾ എനിക്കിത് ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ഈ മുഖത്ത് കുരുക്കളൊക്കെ വന്നിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും ഈ മൂക്കുരു എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ പല വഴികളും പ്രയോഗിച്ചിട്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ. ഞാനും പ്രതീക്ഷ കൈവിട്ട സമയമായിരുന്നു. ഇനി എൻ്റെ മുഖം ശരിയാവില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഞാൻ പഴയ ട്രീറ്റ്മെൻറ്റ് തന്നെ പോയിട്ട് പിന്നെ എടുക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കൈ കിട്ടുന്നതും ഞാനിത് ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോവുക ചെയ്തു. അത്രയ്ക്കും ഒരു മാറ്റം എൻ്റെ മുഖത്തിന് വരികയും ചെയ്തു. എനിക്കൊരു ഞാൻ എന്താ പറയുക, ഇപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ കൊടുക്കാൻ നേരത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു ചെറിയ ഗ്ലോ എനിക്ക് എൻ്റെ മുഖത്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഡ്രൈ സ്കിന്നുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആവണം എന്നുള്ളത്. ഓക്കെ, അതേ ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് ഡ്രൈ ആവുന്നുണ്ട്, പക്ഷേ ഈ ഡ്രൈനെസ് മാറാൻ വേണ്ടി എനിക്ക് നല്ലൊരു മോയ്സ്ചറൈസർ കിട്ടിയിട്ടുണ്ട്, നല്ലൊരു സൺസ്ക്രീൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫേസിൽ മസാജ് ചെയ്യാറുണ്ട്, ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് രാവിലെയും രാത്രിയിലും ഒക്കെ ഞാൻ ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് എൻ്റെ ഒരു ഡ്രൈനെസ് എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നതും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും. അതുമാത്രമല്ല, ഒരു ചെറിയൊരു ഗ്ലോയിലോട്ട് എൻ്റെ ഫേസ്, വളരെ ഒത്തിരി എന്നല്ല, ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലൊരു ഗ്ലോയിലോട്ട് എൻ്റെ ഫേസ് പോകുന്നു. അപ്പോൾ ആ ഒരു സ്കിൻ കെയർ രാവിലത്തെയും രാത്രിയിലൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, അപ്പം കാര്യം ഇതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മുഖക്കുരുവായിട്ടുള്ള പ്രശ്നങ്ങളോ മുഖത്തിൻ്റെ എന്ത് പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഈ ഒരു സോപ്പ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഞാൻ 100% റിസൾട്ട് കിട്ടുമെന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ. കാരണം എൻ്റെ ഡ്രൈ സ്കിന്നാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ മുഖത്ത് കുരുക്കളും നല്ല പോലെ പാടുകളും വന്നപ്പം ഇത് ഉപയോഗിച്ചിട്ട് അത് മാറി. മാത്രമല്ല, പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് കുരുക്കൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമാണ്, ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കും, ഒരാൾക്ക് റിസൾട്ട് കിട്ടിയ സാധനം അടുത്താൾക്ക് കിട്ടണമെന്നില്ല, അടുത്താൾക്ക് കിട്ടാത്ത സാധനം നമുക്ക് കിട്ടാതിരിക്കണം എന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 99 രൂപയാണ് ഒരു സോപ്പിന്, 99 രൂപയാണ് ഒരു സോപ്പിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു തവണ 99 രൂപ മുടക്കി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ 2 മാസത്തോളമായി ഞാൻ ഈ സോപ്പ് എൻ്റെ മുഖത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയേ ആയിട്ടുള്ളൂ. ഇനി ഇത്രയും കൂടെ ബാക്കി ഇരിപ്പുണ്ട്. ഞാനിതാണ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് പോലും ഉപയോഗിക്കാമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഈ മുഖക്കുരുവായിട്ടോ കറുത്ത പാടുകളായിട്ടോ മുഖത്തിൻ്റെ അൺഈവൻ സ്കിൻ ടോൺ ആയിട്ടോ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരോ കുടുംബത്തിൽ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 99 രൂപ മുടക്കുക, പോട്ടെ 100 രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണല്ലോ. അതിനപ്പുറം അതുകൊണ്ട് ആ ഒരു സോപ്പ് തീരുന്നോടം വരെ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അത് വാങ്ങണ്ട. ഓക്കെ, അതിൽ നമുക്ക് ലക്കില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതിയില്ല. പക്ഷേ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അത്രയ്ക്കും മോശമായിരുന്നു എൻ്റെ ഫേസ് ആയിട്ടുണ്ടായിരുന്നത്. ആ ഫേസിനെ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സോപ്പ് കാരണം മാത്രമാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.